أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى والآخرة خير لك من الأولى ولو سوف يعطيك ربك فترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ചെറിയൊരു തിരുത്തുള്ളത് മറ്റേ ഒന്ന് ലുഹ സജ കല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതൽ ദീർഘിപ്പിക്കേണ്ടതില്ല. വല്ലുഹ രണ്ട് കതിർ മതി. വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല ഒക്കെ രണ്ട് മതി. പിന്നെ വലൽ ആഖിറത്തു അവിടെ വല്ലാഖിറത്തു നല്ല ഓതേണ്ടത് വ കഴിഞ്ഞിട്ട് ലാമിന് ഫതഹ് കൊടുക്കണം. അപ്പോൾ ഓതേണ്ടത് വലൽ ആഖിറത്തു. പിന്നെ ഖൈറുൻ എന്ന് പിന്നെ മണിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇദ്ഗാമുണ്ട്, പക്ഷേ എന്തില്ല, ഉന്നത്തില്ല എന്നാ ലാമ് എന്നുകൊണ്ട്. അപ്പം ഖൈറുല്ലക ഒരു റൂ ഉച്ചരിക്കുക, പിന്നെ ലാമിലേക്ക് ചാടുക. ഖൈറുല്ലക മിനൽ ഊല. പിന്നെ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുമ്പം തൊർള. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിലും അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, ഫതർളാ അലം യജിദ്ക എന്നാണ് ഓതേണ്ടത്. കാരണം തൊർളാ എന്നുള്ള യാ അലിഫിൻ്റെ ശേഷം അ എന്ന അക്ഷരമാണ് വരുന്നത് കൊണ്ട് നീട്ടി ഓതണം എന്നാണ്. തജ്വീദിൽ വേറെ എന്തെങ്കിലും സംശയം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെ പറയണ്ടല്ലോ, ഉണ്ടോ? ഇല്ല, ആർക്കെങ്കിലും ഉണ്ടോ? എന്നാ അർത്ഥം പറഞ്ഞോളി. വല്ലുഹ സൂറത്തിൻ്റെ പേരെന്തേനും ലുഹ, അല്ലുഹ എന്നാണ്. ആ ലുഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവാഹിന സമയം എന്നാണ് ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഒരു സമയത്തിൻ്റെ പേരാണ്. പകലിലെ ഒരു സമയത്തിൻ്റെ പേരാണ്. ഉദ്ദേശിക്കുന്നത് പകൽ തന്നെയാണ്. പിന്നെ വല്ലൈലി ഇദാ സജ രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ
അത് ശാന്തമായി വരുമ്പോൾ മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ നിന്നെ താങ്കളുടെ രക്ഷിതാവ് കൈവെടിഞ്ഞിട്ടില്ല, അതോടൊപ്പം വെറുപ്പ് കാണിച്ചിട്ടുമില്ല. ഖല എന്നുള്ളത് വെറുപ്പ് കാണിച്ചിട്ടില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആ ലോകമാണ് പരലോകം, അവസാനത്തെ ലോകമാണ് അഥവാ പരലോകമാണ് ഖൈറുൻ ഉത്തമം, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ലക്ക താങ്കൾക്ക് മിനൽ ഊല ഈ ഒന്നാമത്തെ ലോകത്തേക്കാൾ അഥവാ ഐഹിക ജീവിതത്തേക്കാൾ. ഇനി പറയാം വലസൗഫ, വഴിയെ ഉറപ്പായിട്ടും യുഅതീക അള്ളാഹു താങ്കൾക്ക് നൽകും. റബ്ബുക എന്നാണ് പറയുന്നുണ്ട് അല്ലേ, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് നൽകും. ഫതറുള്ള, അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടുന്നവനാവും. ഇവിടെ എന്ത് നൽകും എന്ന് പറഞ്ഞിട്ടില്ല. എന്താ നൽകണത്? അനുഗ്രഹങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകും, അപ്പോൾ താങ്കൾ സംതൃപ്തനാവും. തിരിച്ചു വരിക, കഴിഞ്ഞ ആഴ്ച നമ്മൾ വല്ലുഹ വല്ലൈലി ഇദാ സജ എന്നതിനെ പറ്റി നമ്മൾ ഒരല്പം പഠിച്ചു അല്ലേ. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? ലുഹ അല്ലേ. ലുഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകലാണ്, നഹാറാണ്. ലുഹ പകൽ. പിന്നെ പറയുന്നത് ലൈല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഈ രണ്ട് സാധനം പകലും രാത്രിയും, പകല് രാത്രി എന്ന രണ്ട് പ്രതിഭാസത്തെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടങ്ങണേ. അതും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാക്കും കൂടിയാണിത്. ലുഹാ സമയവും രാത്രി സമയവും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ അവിടെ 100 സ്ഥലങ്ങളിൽ, എത്രയാണ്? 100-ലധികം എന്ന് പറഞ്ഞവരുണ്ട്, 100 സ്ഥലങ്ങളിൽ രാത്രിയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പകല് പറഞ്ഞിട്ടില്ല. അപ്പോൾ രാത്രിയെ പോകാനായിട്ട് വല്ലൈലി ഇദാ സജ എന്നുള്ള പ്രയോഗം, ആ രാത്രിയെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 100-ലധികം അല്ലെങ്കിൽ 100ഓളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ 100 സ്ഥലത്തും അധിക സ്ഥലങ്ങളിലും അതിനെ പകലിനെയും അള്ളാഹു തആല അന്വരിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം അത് തന്നെയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജ, ലുഹാ സമയം അഥവാ പകലിലെ സമയം, പിന്നെ രാത്രി സമയം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 100 പ്രാവശ്യമൊക്കെ രാത്രിയും പകലിനെയും ആ പകലും രാത്രിയും മാറി വരുന്ന ആ പ്രതിഭാസത്തെ പറ്റി എന്തിനാ പഠിച്ചോ നമ്മളോട് ഇങ്ങനെ ചിന്തിക്കാൻ പറയണ്ടേ? എന്തായിരിക്കും നിങ്ങളെ എന്തൊക്കെ ഇപ്പം നമുക്ക് കയ്യിൽ നിന്ന് കിട്ടണത്? ഒന്ന്, രാത്രിയും പകലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല, നേരം വെളുക്കണ്, രാത്രിയാണ്, പകലാവണ്, നേരം പുലർന്ന് എന്നിങ്ങനെ ആ ഒരു റൊട്ടേറ്റായിട്ട് നമ്മളിങ്ങനെ പോകും. പക്ഷേ ആ രാത്രി എന്ന അനുഗ്രഹത്തെപ്പറ്റിയും പകലെന്ന അനുഗ്രഹത്തെപ്പറ്റിയും നമ്മൾ ശരിക്കും പഠിക്കുമ്പോഴാണ് അതിൻ്റെ വില ശരിക്കും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എന്തിനാ പടച്ച തമ്പുരാൻ എന്താ ഇപ്പം രാത്രിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പകലും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ? എന്തിനാ പഠിച്ചോം രാത്രി ഇത്ര സമയം പകൽ ഇത്ര സമയം എന്ന് നിശ്ചയിച്ചത്? അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ എന്താകും? ഇതൊക്കെയാണ് നമ്മളെ ചിന്താവിഷയം. ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഭൂമുഖത്ത് മനുഷ്യനാവട്ടെ, ജന്തുജാലങ്ങളാവട്ടെ, സസ്യലതാദികളാവട്ടെ, അവർക്കൊന്നും ജീവിക്കാൻ സാധിക്കൂല അല്ലേ, പകലും രാത്രി ഇല്ലെങ്കിൽ. ഇനി മനുഷ്യനെടുത്ത് നോക്കി നിങ്ങൾ, മനുഷ്യനും രാത്രിയും തമ്മിൽ എന്താ ബന്ധം? എന്താ ഇപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലെ എന്താ ഒരു ഭാഗമുണ്ട്, എന്താണ് ആ ഭാഗത്തിന് പറയാം? പീനൽ ഗ്രന്ഥി. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ട്. ആ തലച്ചോറിൻ്റെ അകത്ത് പീനൽ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകം ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിൻ്റെ പേരെന്താ?
മെലാറ്റോണിൻ എന്നാണ്. മെലാനിൻ അല്ല. മെലാനിൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് കറുപ്പും വെളുപ്പുമൊക്കെ കറുപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ, അതല്ല. മെലാറ്റോണിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്. ഈ ഹോർമോൺ രാത്രി മാത്രമേ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കൂ. അപ്പം ഈ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താ? അപ്പം ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ? അവിടെയാണ്. ഇനിയിപ്പോൾ രാത്രിയല്ലാത്ത ഒരു സമയത്തും മനുഷ്യൻ്റെ ശരീരത്തിൽ തലച്ചോറിൻ്റെ അകത്ത് ആ പീനൽ ഗ്രന്ഥിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കൂല. അപ്പം ഇതുകൊണ്ട് മനുഷ്യൻ എന്തൊക്കെയാണ് അതിനോടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ ഈ ഹോർമോൺ നമുക്ക് നൽകുന്ന ഡ്യൂട്ടി, മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെ ജോലികളാണ് ഈ ഗ്രന്ഥി പ്രവർത്തിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഒന്ന്, മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ്, ദക്കാത്തുൽ കൽബ് എന്ന് പറയും അല്ലേ? ആ ടിം ടി എന്ന് പറഞ്ഞാൽ ആ പെൻഡുലം എങ്ങനെ ആടില്ലേ, ആ ഹൃദയമിടിപ്പ്. 2, മനുഷ്യൻ്റെ ലഖ്തുദം, രക്തസമ്മർദ്ദം. 3, മനുഷ്യൻ്റെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ലഖ്തുദം അല്ലാതെ പല കാര്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഈ ഹോർമോണാണ് മനുഷ്യൻ്റെ. ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥിയിൽ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയമിടിപ്പിന് വ്യത്യാസപ്പെടുന്ന. ആലോചിച്ച് നിങ്ങൾ, ഉറക്കിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ്. അതോടൊപ്പം അവൻ്റെ രക്തസമ്മർദ്ദം കൂടിയാലും കുറഞ്ഞാലും എന്താണ്? അപകടമാണ്. ഹൃദയമിടിപ്പ് കൂടിയാലും കുറഞ്ഞാലും എന്താണ്? അപകടമാണ്. അപ്പം അതിനെ സുരക്ഷിതമായി വേണ്ട സ്ഥാനത്ത് പിടിച്ചു വെക്കാനുള്ള ശക്തി നൽകുന്നത് ഈ ഗ്രന്ഥിയാണ്. പോൽ ആലോചിച്ച് നോക്കൂ. അത് രാത്രിയിൽ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ എന്തു പറയണത്? ഉറങ്ങാൻ വേണ്ടി വെറുതെ ഇങ്ങനെ പറയല്ല അല്ലാഹു തആല. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം എന്ത്? വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാത്രിയെ അല്ലാഹു തആല ഒരു വസ്ത്രമാക്കി തന്നു. ഈ വസ്ത്രം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗം? ഒന്ന്, ആ വസ്ത്രം കൊണ്ട് നമ്മൾ മറക്കുമ്പോൾ അതിൻ്റെ കുട്ടൻസ് എന്താ? നമ്മളെ സുരക്ഷിതമാക്കുകയാണ് അല്ലേ? മറ്റാളുകളുടെ അക്രമത്തിൽ നിന്ന് നമ്മെ സുരക്ഷിതമാക്കുകയാണ്. അപ്പം ആ രാത്രി ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥി, ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മനുഷ്യൻ ഈ വസ്ത്രം നമ്മെ സംരക്ഷിക്കുന്നത് പോലെ രാത്രിയാകുന്ന വസ്ത്രം മനുഷ്യന്റെ ശരീരത്തെ ആകമാനം സംരക്ഷിക്കുന്നു. ശുദ്ധ ഖുർആനിന്റെ വാക്ക് നോക്കൂ നിങ്ങളെ അല്ലേ? ശുദ്ധ ഖുർആനിന്റെ വാക്ക് എന്താ? വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. പിന്നെ പറയണെന്താ? വന്നൗമ സുബാത്ത. ഉറക്കത്തെ പിന്നെ ഉടനെ പറയണെന്താ? ഉറക്കാണ്. ആ ഉറക്കത്തെ തമ്പുരാൻ എന്താക്കി? വിശ്രമമാക്കിയെന്ന. ഉറക്കല്ലാത്തൊരവസ്ഥകളൊന്ന് സങ്കല്പിച്ചു നോക്കിയാണ്. ഉറക്കല്ലാത്തൊരവസ്ഥ, ഭ്രാന്താവും മനുഷ്യൻ അല്ലേ? നിങ്ങൾ 2-3 ദിവസം ഉറങ്ങിയില്ല, മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് നോക്കിയാൽ അടിയടി കിട്ടും എനിക്ക് തിരക്ക് അല്ലേ? റസാക്കെ അങ്ങനെ ഉണ്ടാവുക. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. ഉറക്കം, ഒരു യാത്ര കഴിഞ്ഞ ഉറക്കം, ആ നേരത്തെ നിങ്ങൾ മീറ്റിങ്ങോ ഖുർആൻ ക്ലാസ്സോ പറഞ്ഞാൽ നിങ്ങൾ വരുമോ? ഇല്ല. എന്താണ്? മനുഷ്യൻ്റെ മസ്തിഷ്കം ആകെ ഇതായി ഉണ്ടാവും അല്ലേ? അലങ്കോലപ്പെട്ടിട്ടുണ്ടാവും. ശരീരത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പം ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഗ്രന്ഥി അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഹോർമോൺ ഇല്ല എങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ അത് രാത്രിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആലോചിച്ച് നോക്കി നിങ്ങൾ, അതൊക്കെ ചിന്തിക്കാനുള്ള ഒരു വകുപ്പാണ്. പിന്നെ രണ്ടാമത്തത്, ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പരിതസ്ഥിതി മാറുമ്പോൾ, ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ ആവില്ലല്ലോ ഇപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ, ആണോ? അല്ല. അതേപോലെ അമേരിക്കയിൽ പോകുമ്പോൾ വേറെ കാലാവസ്ഥയാവും. ഇവിടെ ചൂടാകുമ്പോൾ അവിടെ തണുപ്പാകുമ്പോൾ ഇങ്ങനെ ചൂടും തണുപ്പും മാറുന്നതിനനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എന്തു വേണം? അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഹെൽത്ത്, ആ കെൽപ്പ്, ആ ശക്തി വേണം. ഇത് എവിടുന്നാ കിട്ടുന്നത്? ഈ മെലാറ്റോണിനാണ് ആ ശക്തി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം. അപ്പം രാത്രിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. വെറുതെ അല്ലാഹു തആല രാത്രി ഉണ്ടാക്കിയതല്ല.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 100-ലധികം സ്ഥലങ്ങൾക്ക് എന്ത് പറയേണ്ടത്? അള്ളാഹു രാത്രിയെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു കാണാം, രാത്രിയെ പറ്റി അല്ലാതെ പ്രതിപാദിച്ചതും കാണാം അല്ലേ? അപ്പം നമുക്ക് ഒരു കാര്യത്തിന് തയ്യാറെടുക്കണമെങ്കിലും എന്ത് വേണം? ഈ ഹോർമോൺ വേണം എന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മളിപ്പോൾ ചില പരിതസ്ഥിതി വരുമ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ബുദ്ധി നമ്മോട് പറയണെന്താ? ഈ മെലാറ്റോണിൻ നമ്മുടെ ഞാടിഞരമ്പുകളിലൂടെ പെട്ടെന്ന് തലച്ചോറിലേക്ക് വിവരം കൊടുത്തിട്ട് ആ തലച്ചോറാണ് നമുക്ക് അവിടെയുള്ള മുഹാക്കമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമുക്ക് വിവരം തരുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ കാണുന്നു, സപ്പോസ് ആ മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ നിങ്ങളെന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നിക്ക നിങ്ങൾ ബാക്കോട്ട് എടുക്കും, അതിനെ എതിർക്കപ്പം എൻ്റെ അടുത്തൊന്നുമില്ല, അതുകൊണ്ട് മെല്ലെ ഓടിപ്പോവും, ബാക്കോട്ട് ഓടിപ്പോവും. അതല്ല, ബാക്കോട്ട് ഓടാൻ സ്ഥലമല്ല, വാതിൽ ലോക്കാക്കി എന്ത് ചെയ്യും? നിങ്ങൾ ഉള്ള ആയുധം ഉപയോഗിച്ച് അതിനെ തമർത്താൻ നോക്കും നിങ്ങൾ അല്ലേ? എതിരിടാൻ നോക്കും. അപ്പം ആ മൂർഖൻ പാമ്പിനെ എതിരിടണോ അതല്ല പിന്തിരിഞ്ഞ് ഓടണോ? അതിന് മൂർഖൻ പാമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഏതൊരു സംഗതിയിലും ഇങ്ങനെ നമ്മളെ ജീവിതത്തിലെ മുന്നിൽ കാണുന്ന ഒരു അപകട മേഖല അത് തരണം ചെയ്യണോ അതല്ല അവിടുന്ന് പിന്തിരിഞ്ഞു പോകണോ അതല്ല നിശബ്ദനായി നിൽക്കണോ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് തീരുമാനം എടുക്കണം നമ്മുടെ തലച്ചോറാണ്. ആ തലച്ചോറിനത് തീരുമാനം എടുക്കണമെങ്കിൽ എന്തു വേണം? രാത്രിയിൽ ഉണ്ടാക്കി വെച്ച ഈ മെലാറ്റോണിൻ പ്രവർത്തിക്കണം. ആലോചിച്ചു അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം. പിന്നെ മനുഷ്യ ശരീരത്തിൽ മാരകമായ പല രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി എവിടുന്നാ കിട്ടണത്? അതിനുള്ളൊരു പ്രേരകവും കൂടിയാണിത് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അല്ലേ? അപ്പം അതിനുള്ളൊരു കലിപ്പ് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയതാണ് മാനസിക സംഘർഷങ്ങൾ അല്ലേ? നിത്യവും എത്ര ധനാഢ്യനായാലും എന്ത് വലിയ ഹൈ പോസ്റ്റിൽ ജോലി ചെയ്യണവനാലും ഇതില്ലാത്ത മാനസിക സംഘർഷം ഇല്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പം ഈ മാനസിക സംഘർഷങ്ങളെ അതേപോലുള്ള അതിനൊക്കെ ലഘൂകരിക്കാൻ എന്തിനു സാധിക്കും? ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന അതിന് സാധിക്കും. ഇത് എവിടെ ഉണ്ടാവും? എപ്പോഴേ ഉണ്ടാവുള്ളൂ? രാത്രി സമയം. അതാണ് അതിൻ്റെ പ്രത്യേകത. രാത്രി സമയത്തേ ഇത് ഉൽപ്പാദിപ്പിക്കും അല്ലേ? പകൽ ഉൽപ്പാദിപ്പിക്കും. ആ രാത്രി പകലിൻ്റെ സൂര്യൻ്റെ വെളിച്ചം കണ്ണിലടിച്ചാൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന പിന്നെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അവിടെ നിശ്ചലമാവും, പിന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ നമ്മുടെ ശരീരത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലച്ചോറിന് ഉടനെ വിവരം കൊടുക്കും. നമ്മളെ നാടിഞ്ഞരുമ്പ് എന്ത്? ഉണരുക അല്ലേ? ഉണരുക. പിന്നെ ഉറക്കല്ല, പിന്നെ ഉണരാനുള്ള ഇതാണ്. അപ്പം ആ ഉണരണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ വേറെ ചില ഇത് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മറ്റിടത്ത് പറയുന്നത് കാണാം, വജഅലൽ ലൈല സകന. വജഅലൽ ലൈല സകന. രാത്രിയെ അല്ലാഹു തആല സക്കനാക്കി. എന്താ ഈ സക്കൻ എന്ന് പറഞ്ഞാൽ? സമാധാനത്തോടു കൂടി വിശ്രമിക്കാനുള്ള ഒരു അവസ്ഥ ആക്കിന്ന. സമാധാനം ഉണ്ടാവും, വിശ്രമവും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ ആക്കിയ അല്ലാഹു തആല എന്തിനെ? രാത്രി. വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യന് കണക്ക് നോക്കാനുള്ള ഉപാധിയാക്കി. എങ്ങനെ? ദിവസങ്ങൾ എണ്ണാനും മാസങ്ങൾ എണ്ണാനും വർഷങ്ങൾ എണ്ണാനൊക്കെ എന്ത് വേണം? സൂര്യനും ചന്ദ്രനും വേണം. പിന്നെ എന്നിട്ട് അല്ലാഹ് പറയാ, ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഇതൊക്കെ എല്ലാം അറിയുന്ന പ്രതാപശാലി ആയ അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണെന്ന്. അപ്പം ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അവിടെയും ആ രാത്രിയെ സെക്കനാക്കി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെ വിശ്രമമാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വിശ്രമം ശരിക്കും നമുക്ക് കിട്ടുക ഈ രാത്രി ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോണിലൂടെയാണ് എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇനി പകലങ്ങട്ടായാൽ ആ പകലിൻ എന്തിനാ പിന്നെ അപ്പം രാത്രി ആയിക്കൂടേനു? എന്തിനാ പകല്? ആ പകലിൻ്റെ സൂര്യപ്രകാശമെങ്ങാനും മനുഷ്യൻ്റെ ശരീരത്തിലില്ലെങ്കിൽ എന്തുണ്ടാവും? ഒരുപാട് രോഗങ്ങൾക്ക് അതും കാരണമാവുന്ന. അപ്പം പടച്ചോൻ എന്താ എത്ര ഫിറ്റായിട്ടാണ് രാത്രി അതേപോലെ പകല് മനുഷ്യന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഈ പകലെ സൂര്യപ്രകാശം മനുഷ്യൻ്റെ ശരീരത്തിൽ അങ്ങോട്ട് ഏറ്റാ പിന്നെ അവിടെ ഉണ്ടാവണം എന്താ?
സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ സെറാട്ടോണിൻ്റെ പ്രത്യേകത എന്താ? ആ സെറാട്ടോണിൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാനുള്ള ഉന്മേഷം നൽകുന്നത്, ഒരു കാര്യം പ്രവർത്തിക്കാൻ. സെറാട്ടോണിൻ കുറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ഒരു മഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് രാവിലെ തന്നെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊള്ളാൻ പറയുന്നത് അല്ലേ? രാവിലെ തന്നെ പള്ളിയിൽ പോകാനും പിന്നെ ഒന്ന് ഇളകാനും സൂര്യപ്രകാശം കൊള്ളാനും ഒക്കെ എന്ത് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? ഈ കാരണം കൊണ്ടാ. അള്ള ബന്ധിപ്പിച്ച് നോക്കി നിങ്ങൾ, വല്ലുഹാ നോക്കി നിങ്ങൾ. അള്ളാന്റെ റസൂല് പറയാ, ഒരാൾ സുബിഹി നമസ്കരിച്ചിട്ട് ആ സുബിഹി കഴിഞ്ഞിട്ട് ആ ലുഹാ നമസ്കരിക്കണ സമയം വരെ അയാൾ ദിക്റിലും പ്രാർത്ഥനയിലും മുഴുകിയാൽ, ആലോചിച്ചു എത്ര സമയമാണ്? ആ ഇഷ്റാഖിൻ്റെ സമയം വരെ ഉറങ്ങാതെ ഇങ്ങനെ ദിക്റിലും പ്രാർത്ഥനയൊക്കെ മുഴുകിയാൽ അയാൾ എന്തായൊക്കെ കിട്ടാൻ പോണത്? അങ്ങനെ അയാൾ നമസ്കരിച്ചാൽ, ഇഷ്റാഖിൻ്റെയും ദുഹായുടെയും നമസ്കരിച്ചാൽ ഉംറയും ഹജ്ജും ചെയ്ത കൂലിയാണ്. അല്ലാ നോക്കി നിങ്ങൾ. അപ്പം അള്ള വെറുതെ പറഞ്ഞതല്ല, വല്ലുഹ വല്ലൈലി ഇദാ സജ. ആ സമയത്താണ് സൂര്യൻ ഉദിച്ചു വരുന്ന അതിൻ്റെ ആ ഇഷ്റാഖിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് യഥാർത്ഥത്തിൽ ഈ സെറാട്ടോണിൻ എന്ന് പറയുന്നത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് അല്ലേ? അതങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ജോലിക്ക് അങ്ങോട്ട് മുന്നോട്ട് തള്ളുന്നത്. അല്ലെങ്കിൽ എന്താ? നമ്മൾ മന്ദപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും, പിന്നെ നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടും അല്ലേ? അപ്പോൾ ഒരു ചോദ്യം വരും, രാത്രി ലൈറ്റ് ഇട്ടാൽ പോരെ, എന്നാ സെറാട്ടോണിൻ കിട്ടൂലേ? ഇല്ല. രാത്രി ലൈറ്റ് ഇട്ട് നിങ്ങൾ നേരം വെളുക്കോളം ലൈറ്റ് ഇട്ട് കിടന്നാലും ഈ ഗ്രന്ഥി, ഈ ഹോർമോൺ സെറാട്ടോണിൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കില്ല. അത് പകലിൽ സൂര്യപ്രകാശം തന്നെ കിട്ടണമെന്നാണ്. പടച്ച തമ്പുരാൻ്റെ സെറ്റിപ്പ് നോക്കി നിങ്ങൾ. നമ്മൾ കൃത്രിമമായി വെക്കണ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാൾ പകലിലൊക്കെ ഒക്കെ ബന്ദോബസ്താക്കി കടന്നുകൂട്ടിയോളി, എന്നാലും കിട്ടൂലെന്ന്. ആ മെലാറ്റോണിൻ കിട്ടൂലെന്ന്. അത് രാത്രി തന്നെ ആവണമെന്ന്. റഹ്മാനായ റബ്ബിൻ്റെ സെറ്റിപ്പ്. മനുഷ്യൻ ഇതിലൊക്കെ കൈകടത്തും ചിലപ്പോൾ എന്ന് അള്ള മനസ്സിലാക്കിയതുകൊണ്ടാണ് രാത്രിയിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ട, തലച്ചോറിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കേണ്ട ആ സമയത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുള്ളൂ. പകലിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് ആ പകലിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ, അല്ലാത്തൊന്ന് അവിടെ ഉണ്ടാവില്ല അല്ലേ? അപ്പൊ സൂര്യപ്രകാശം മനുഷ്യന്റെ കണ്ണിലേക്ക് അടിച്ചാൽ, ശരീരത്തിലേക്ക് അടിച്ചാൽ എന്ത് ചെയ്യും? മെലാറ്റോണിൻ്റെ പ്രവർത്തനം അവിടെ നിശ്ചലമാകും. ഉടനെ സെറാട്ടോണിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ മനുഷ്യന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. വല്ലുഹാ വല്ലൈലി ഇദാ സജ, പകലിനെയും രാത്രിയും. ആ പകലിൻ്റെ പ്രധാന ഭാഗമായ ലുഹാ സമയത്താണ് ഈ ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറയുന്നത്? ഇഷ്റാഖിൻ്റെയും ലുഹയുടെയും ഒക്കെ നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ പറയുന്നത് അല്ലേ? ആലോചിക്കുങ്ങൾ. മഹാ അത്ഭുതമാണ് ഓരോ കാര്യം പറ്റിയും ചിന്തിച്ചാൽ അല്ലേ? അപ്പം ആലോചിച്ചു, വല്ലുഹ വല്ലൈലി ഇദാ സജ. ഇനി വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ, ഇതിന് ഉപോത്ഫലകമായ ഒരുപാട് ആയത്തുകൾ കാണാം. എന്താണ് ഒന്ന്? ഇങ്ങനെ കാണാം, വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കി നിശ്ചയിച്ചു തന്നു അല്ലേ? പിന്നെ വജഅൽന ലൈല ലിബാസ, നമ്മൾ നേരത്തെ ഓതില്ലേ, രാത്രിയെ ഒരു ലിബാസാക്കി. വജഅൽന നഹാറ മആശ, പകലിനെ നാം ജീവിതത്തിന് വേണ്ടി ഓടാനുള്ള, ആ ഇതിനു വേണ്ടി ഉപജീവനത്തിന് വേണ്ടി പോകാനുള്ള ഒരു മാർഗമാക്കി എന്ന് അല്ലാഹു തആല അവിടെ പറയുന്നുണ്ട്. ഇനി നോക്കുങ്ങളെ, ഇനി ഒന്നുകൂടി മറ്റൊരു സൈഡ് കൂടെ പോവാം. നമുക്ക് സുപരിചിതമായ രാത്രിയില്ലേ? ഉണ്ടോ? എങ്ങനെയാണ് ആ രാത്രി ഉണ്ടാകുന്നത്? നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? ഭൂമുഖത്ത് അല്ലേ? ഭൂമിയിൽ നമുക്ക് കാണുന്ന ഒരു രാത്രിയുണ്ട്. അതിനൊരു ടൈമുണ്ട്. എത്ര ടൈമേ ഉണ്ടാവുള്ളൂ? 10-12 എത്ര മണിക്കൂറാവട്ടെ, എത്രയാണോ അല്ലാഹു തആല നിശ്ചയിച്ചത്, അത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചില സീസണിൽ രാത്രി കൂടും, ചില സീസണിൽ പകൽ കുറയും, ചില സീസണിൽ പകൽ കൂടും, രാത്രി കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും നിശ്ചിത സമയം രാത്രിയും നിശ്ചിത സമയം പകലുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ച ഒരു സംഗതിയുണ്ട്. രാത്രി എന്ന് പറയുന്നത് 2 രാത്രി ഉണ്ടെന്ന്. ഏതാ ഒരു രാത്രി? ഒന്ന് നമുക്ക് സുപരിചിതമായ രാത്രിയുണ്ട്. അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ അറിയണ ഈ രാത്രി ഉണ്ട്, ആ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ രാത്രി ഉണ്ടാവും.
എന്നാൽ എന്നും അനന്തമായി കിടക്കണ ഒരു രാത്രി ഉണ്ട്. എവിടെയാണത്? അനന്തമായി കിടക്കണ ഒരു രാത്രി. സൂര്യപ്രകാശം തബക്കത്തുൽ ഹവ എന്ന് പറയും. നമുക്കിപ്പോൾ എങ്ങനെ ഈ വെളിച്ചം കിട്ടണത്? ഇവിടെ ഇപ്പം എങ്ങനെയാ ഇപ്പോൾ വെളിച്ചം, സൂര്യൻ്റെ പ്രകാശം നമുക്ക് കിട്ടുന്നത്? വായു ഉണ്ടായതുകൊണ്ടാണ് അല്ലേ? എന്നാൽ ഈ വായുവിൻ്റെ ഒരു വീതിയുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. മുകളോട്ട് അങ്ങോട്ട് പോയാൽ ആ തബക്കത്തുൽ ഹവ കഴിഞ്ഞാൽ ബഹിരാകാശത്തേക്ക് കടന്നാൽ പിന്നെ എന്തില്ല? വായുല്ല അല്ലേ? അതുകൊണ്ടാണല്ലോ ബഹിരാകാശ യാത്ര, ഒന്നാമത്തെ ബഹിരാകാശ യാത്ര ചെയ്ത ആള് ഈ ഹവയുടെ വീതി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, വായുവിൻ്റെ വീതി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തോട്ട് കടന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാ. ആലോചിച്ച് നോക്കൂ, എന്തേ കാരണം കണ്ണ് കാണാത്തത്? അവിടെ വായുവിൻ്റെ വീതി ഇല്ല, വായുവില്ല. വായുവിൻ്റെ അപ്പുറത്തേക്ക് പോയ എന്തില്ല? വെളിച്ചല്ല. അനന്തമായിരുട്ടാണ്. ഇനി ഭൂമിയിലേക്ക്, കടലിലേക്ക് താഴോട്ട് പോയാലോ എന്താ ഉണ്ടാവുക? 200 മീറ്റർ വരെ നിങ്ങൾക്ക് വെളിച്ചം കാണും. 200 മീറ്റർ മാത്രമേ നിങ്ങൾക്ക് വെളിച്ചം കാണും. അതന്നെ 30 മീറ്റർ കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ ഒരുപാട് രൂപത്തിലുള്ള രശ്മികളില്ലേ, അസ്റക്കുണ്ട്, നീല നിറത്തിലുള്ളുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കടലിലേക്ക്, സമുദ്രത്തിലേക്ക് ആ വെള്ളത്തിൻ്റെ 200 മീറ്ററോളം എത്തുമ്പോൾ തന്നെ 30 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? ചില കളർ കാണൂല. അങ്ങനെ ലാസ്റ്റ് 200 മീറ്റർ എത്തുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ അസ്റക്കായിട്ട് നീല കളറായിട്ടാണ് തോന്നുക. അതിൻ്റെ ഇടയിലെത്തുമ്പോൾ മഞ്ഞ കളറായിട്ട് നമുക്ക് അനുഭവപ്പെടും. 200 മീറ്റർ അങ്ങോട്ട് താഴോട്ട് പോയാൽ ക്രൂരിരുട്ട് അല്ലേ? ക്രൂരിരുട്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഫീ ബഹ്രിൻ ലുജ്ജിയൻ യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രയോഗമുണ്ട് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘത്തെ മന്ദം ചലിപ്പിക്കുന്നു. എന്നിട്ട് ആ മഴവർഷിക്കണതിനെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ആ ആയക്കടലിൻ്റെ ഇത് പറയുന്നുണ്ട്. ആയക്കടൽ എന്ന ആ പ്രതിഭാസത്തെ പറ്റി ആധുനിക ലോകം, ശാസ്ത്രലോകം മനസ്സിലാക്കിയത് എന്നാ 19-ാം നൂറ്റാണ്ടിൽ, 1958 നോക്കി നിങ്ങൾ അല്ലേ? അതിൻ്റെ മുമ്പ് ഇല്ല. അതിൻ്റെ മുമ്പ് ഇങ്ങനെ ആയക്കടൽ എന്ന് പറയും. പക്ഷേ ആയക്കടൽ എന്ന ആ ശാസ്ത്രീയമായ ആ നാമം, ബഹ്റുൽ ലുജിയൻ എന്ന ശാസ്ത്രീയ നാമം കൊണ്ട് ലോകത്തെ ശാസ്ത്രലോകം പഠിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. ആലോചിച്ചു നിങ്ങൾ. അതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു ഇതിനെപ്പറ്റി അറിവില്ല. അവിടുന്ന് ഈ ആധുനിക ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉപയോഗിക്കണ നൂതനമായ ആ രീതികളൊക്കെ ഉപയോഗിച്ചാരെയാണ് 200 മീറ്റർ താഴോട്ട് പോയാൽ കണ്ണ് കാണൂല എന്ന് മനസ്സിലാവുന്നത്. ആലോചിച്ചു നോക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആശയം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫീ ബഹ്രിൻ ലുജ്ജിയൻ യഖ്ശാഹു മൗജുൻ. അവിടെ നോക്കുങ്ങൾ, ആയക്കടൽ, ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, സമുദ്രം, ലുജ്ജി എന്ന് പറഞ്ഞാൽ ആയക്കടൽ. ആയക്കടൽ എന്ന് പറയുന്ന പേരെന്താ? 200 മീറ്ററിന് താഴെയുള്ള ആ കടലിനാണ് ആയക്കടൽ. 200 മീറ്ററിന് മുകളിലുള്ള ആ കടലിനാണ് എന്ത് പറയുന്നത്? സത്ഹിയായ എന്ന് പറഞ്ഞാൽ, അപ്പം കടൽ 2 ഭാഗമുണ്ട്, 2 തട്ടുണ്ട് എന്ന് മനസ്സിലാവണം. ഇനി ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആയക്കടലിൽ എന്തുണ്ട്? നമ്മൾ മുകളിൽ കാണുന്ന തിരമാലയല്ല, അതിശക്തമായ തിരമാലയാണ് അല്ലേ? 1 മണിക്കൂറിൽ എത്രയോ കിലോമീറ്റർ അടിച്ചു വീശുന്ന, എല്ലാം തകർത്ത് കളയുന്ന രൂപത്തിലുള്ള ആ അടിയൊഴുക്കുള്ള ആ രൂപത്തിലുള്ള തിരമാലകൾ. അള്ളാഹിൻ്റെ പ്രയോഗം യഖ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ. ഒരു തിരമാലക്ക് മുകളിൽ മറ്റൊരു തിരമാല അടിച്ചു വീശുമ്പോൾ ഇവിടെ കടലിൻ്റെ ആയി. പക്ഷെ നമ്മൾ എപ്പോഴാണ് കണ്ടെത്തി? ഇപ്പം അടുത്ത കാലത്താണ് കണ്ടെത്തി. ഇങ്ങനെയൊക്കെ തിരമാലകളുണ്ട്, കൊടുങ്കാറ്റ് പോലുള്ള തിരമാലയുണ്ട്. നമ്മൾ ഉപരിവിപ്ലവമായ ആ സമുദ്രത്തിൻ്റെ ഉപരിതിലുള്ള ആ തിരമാലയാണ് നമുക്ക് പരിചയമുള്ളത്. ആയക്കടലിലെ തിരമാല ഉണ്ട് എന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. അപ്പം ഞാൻ എന്തിനാപ്പം ഇതൊക്കെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി പ്രതിഭാസത്തെപ്പറ്റി, അല്ലെങ്കിൽ
ആയാത്തും കൗനിയ എന്ന് പറയും അല്ലേ. പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ വിവരിക്കണ കാണാം. ഏകദേശം 1300ഓളം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ആയാത്തും കൗനിയ എന്ന് പറയും അറബിയിൽ. ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഈ കടലും പകലും രാത്രിയും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഈ പിന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി മനുഷ്യനോട് ചിന്തിക്കാനും അത് ചിന്തിച്ചുകൊണ്ട് ആ അറിവ് നേടുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ആയക്കടൽ എന്ന സംവിധാനം ഉണ്ടാക്കി വെച്ച അള്ളാഹു അല്ലേ, കടലിൻ്റെ മുകളിൽ 200 മീറ്ററിന് മുകളിലുള്ള ആ കടൽ ഉണ്ടാക്കി വെച്ച അള്ളാഹു അല്ലേ, മുകളിലോട്ട് പോയാൽ അനന്തമായി കിടക്കുന്ന ക്രൂരിരുട്ടുണ്ടാക്കി വെച്ച അള്ളാഹു. ആ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹിനെ കണ്ടെത്താൻ പറ്റും. അപ്പം വിശുദ്ധ ഖുർആനിൽ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? മുകളിലേക്ക് പോയാൽ അനന്തമായ ഇരുട്ടാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും തെളിവ് വിശുദ്ധ ഖുർആനിലുണ്ടോ? ഉണ്ട്. പക്ഷേ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അവതരിപ്പിച്ചപ്പോൾ ഒരു പക്ഷേ അന്നത്തെ ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇത്തരം ശാസ്ത്രീയ കണ്ടെത്തലുകൾ അറിയുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത, ആ മുഅ്ജിസത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്ജിസത്താണ്, മുഹമ്മദ് നബിക്ക് നൽകിയ മുഅ്ജിസത്താണ് എന്ന് പറയാനുള്ള കാരണം എന്താ? തെളിവ് നോക്കിയോളൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണാം, അൻതും അശദ്ദു ഖൽഖ, കൂട്ടരെ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ളത് നിങ്ങളാണോ? മനുഷ്യരോട് ചോദിക്കുക അല്ലേ, മനുഷ്യരായ നമ്മയാണോ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ളത്? അമിസ്സമാഉ ബനാഹ, അതല്ല ആകാശത്തെയാണോ? ബനാഹ, ആ ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചു, ഉണ്ടാക്കി വെച്ചു അല്ലേ, അതിനെ പണിതു. അപ്പം ആകാശമാണോ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത്? മനുഷ്യരെ നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത്? നമ്മളെക്കാൾ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഇത് ആകാശം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയേണ്ടത് റഫഅ സംകഹ, ആ ആകാശത്തിൻ്റെ വീതി അള്ളാഹു ഉയർത്തി വെച്ചു. ഫസവ്വാഹ, ആ ആകാശത്തെ അള്ളാഹു തആല ശരിപ്പെടുത്തി. വഅഗ്തശ ലൈലഹ, അതാണ് നമ്മളെ പോയിന്റ്. വഅഗ്തശ ലൈലഹ, ആകാശത്തിൻ്റെ രാത്രിയെ അള്ളാഹു ക്രൂരിട്ടാക്കി വെച്ചു. നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം അഗ്തശ അഗ്തശ അഗ്തശ. ആകാശ ലോകത്തെ ഒരു പ്രത്യേക സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്താ? പിന്നെ ക്രൂരിട്ട അനന്തമായി, അവിടെ ഒരിക്കലും വെളിച്ചം വരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ബഹിരാകാശ പിന്നെ യാത്ര നടത്തിയ ആൾ ഇവിടെ ഇരുട്ടാണോ എന്ന് വിളിച്ച് പറഞ്ഞത് അല്ലേ. ആലോചിച്ച് നോക്കുങ്ങൾ, മഹാ അത്ഭുതമല്ലേ ഇത്? വിശുദ്ധ ഖുർആൻ എന്താണ്? വല്ലുഹ വല്ലൈലി ഇദാ സജ. അപ്പോൾ വെറുതെ ചെറിയൊരു സൂറത്തിൽ ലുഹാ സമയം, രാത്രി ഇതിങ്ങനെ പറഞ്ഞു പോകാനല്ല, മറിച്ചെന്താണ് അതും നമ്മളുമായിട്ടുള്ള ബന്ധം. എന്തിനാണ് പടച്ച തമ്പുരാൻ നമ്മോട് രാത്രിയെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞത്, പകലിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞത്? ആ ചിന്തയിൽ എന്തുണ്ടാകും? അതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് പഠിച്ചു നോക്കുമ്പോഴാണ് റഹ്മാനായ റബ്ബിൻ്റെ കുദറത്ത്, റഹ്മാനായ റബ്ബിൻ്റെ അളമത്ത്, അള്ള നമുക്ക് നൽകിയ അനുഗ്രഹം. എനിക്കൊന്നും കിട്ടിയില്ല, ഓനെ വലിയ പണക്കാരനാക്കി പഠിച്ചോ എന്നൊക്കെ നമ്മളിങ്ങനെ പിന്നെ ഒരു മിനിറ്റിൽ 1000 വട്ടം പറയും അല്ലേ. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ വിശാലത മനസ്സിലാക്കണമെങ്കിൽ അല്ലേ, ഞാൻ 100 ദിനാറ് വാങ്ങണുള്ളൂ, അയാൾ 16 ദിനാറ് വാങ്ങണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നിരാശപ്പെടും. എന്നാൽ അയാളെക്കാട്ടിലും വലിയ കഴിവാണ്, വ്യാപ്തിയാണ് അള്ളാഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹം. വെറും ദീനാറല്ല അനുഗ്രഹം അല്ലേ. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം അല്ലേ, ഈ തല കൊണ്ട് ചിന്തിക്കാൻ പറ്റണം, ഈ കയ്യനക്കാൻ പറ്റണം, കാലുകൊണ്ട് നിങ്ങളടുത്തേക്ക് നടക്കാൻ പറ്റണം, നിങ്ങളെ കാണാൻ പറ്റണം അല്ലേ. ആലോചിച്ച് നോക്കൂ, ഈ 60 വയസ്സായിട്ടും ഞാനിങ്ങനെ ഭൂമിയിലൂടെ നടക്കണം. മഹാത്ഭുതമല്ലേ അത്? മഹാത്ഭുതമാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ റബ്ബിൻ്റെ അളമത്തും റബ്ബിൻ്റെ കുദറത്തും റബ്ബിൻ്റെ പിന്നെ വിശാലമായ കാരുണ്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയാൽ അത് മുഹമ്മദ് നബിയോട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അല്ലേ. ആ മുഹമ്മദ് നബിയെ പിൻപറ്റിയ ആളുകളോടും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളോടും ഈ അനുഗ്രഹങ്ങളെപ്പറ്റി മനസ്സിലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ താങ്കളോട് വെറുത്തിട്ടല്ല വഹി തൽക്കാലം നിന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒഴിവാക്കിയിട്ടില്ല, അതുകൊണ്ടല്ല ഒഴിവാക്കിയോണ്ടല്ല വഹി നിന്നത്, മറിച്ച്
നബിക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാനാണ്. ആ ചിന്തിക്കുമ്പോഴാണ് ദുനിയാവിനേക്കാൾ വലുത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആ ദുനിയാവിനേക്കാൾ വലുത് നമുക്ക് വരാനുള്ളത് എന്താ? ആ പരലോകത്താണ്. അവിടെ ഇതിനേക്കാൾ ഇപ്പം തന്നെ നമുക്ക് അനുഗ്രഹം എണ്ണിയാൽ തീരൂല. എന്നാൽ പരലോകത്തൊരു വിശ്വാസിക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ ഒരിക്കലും സാധിക്കൂല. അത്ര വലിയ അനുഗ്രഹങ്ങളും കാരുണ്യവും പിന്നെ ആണ് അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ട്. അതുകൊണ്ടാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ. ഇത് നബിയോടാണ് പറയുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരും ആ കാര്യം, എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അല്ലേ, നമ്മളിങ്ങനെ ഉറക്കത്ത് പോലും പുഞ്ചിരിച്ചു ആഞ്ചാതി. ശരിക്കും നമ്മളെ ചിന്ത എങ്ങനെ പ്രവർത്തിക്കും. അത്ര വലിയ അനുഗ്രഹമാണ് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയത്. അപ്പോൾ ഈ അനുഗ്രഹം നൽകിയ അള്ളാഹു ഇങ്ങൊരു വിശ്വാസിയാണ് എങ്കിൽ ആ പരലോകത്ത് എണ്ണിയാലൊതുങ്ങാത്ത അറ്റമില്ലാത്ത അനുഗ്രഹം നൽകാൻ കഴിവുള്ളവനാണ് ആ അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു തആല എന്ത് പറയേണ്ടത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. എന്താണ് വലസൗഫ? എന്തിനാ ഈ സൗഫ പറഞ്ഞത്? സൗഫ എന്താ? സൗഫ സീനും സൗഫയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിലപ്പോൾ അടുത്ത് കാണാൻ സഫലു, ചിലയിടത്ത് കാണാം സൗഫ. ഈ സീന് പറഞ്ഞിടത്ത് സഅഫ് അലു സഅദബു. ഇപ്പം നിങ്ങളോട് ഒരാൾ അങ്ങാടിക്ക് പോകാൻ പറഞ്ഞു, അപ്പം അയാൾ പറഞ്ഞു സഫൽ, ഞാൻ ഇപ്പോൾ പോകും അല്ലേ. സഫൽ എന്ന് മറ്റൊരാളും പറഞ്ഞു. എന്താ സീനും സൗഫയും തമ്മിലുള്ള വ്യത്യാസം? സീന് വളരെ വൈകാതെ ഇപ്പം തന്നെ കുറച്ച് ഞാൻ പോകും, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോകും. സൗഫെ അത് പിന്നെ എന്തില്ല, അതിരില്ല. പിന്നെ ഭാവി കാലത്ത് എപ്പോഴെങ്കിലും എന്നും പോകും അല്ലേ. അപ്പം ഇന്ന സമയമൊന്നുമില്ല അതിന്. നീണ്ട ഒന്ന് അകൽച്ചയെ കാണിക്കാൻ, മറ്റൊന്ന് അടുപ്പത്തെ കാണിക്കാൻ. ഇതാണ് സീനും സൗഫിയും ഒരു ഫെയിലിനോട് കൂടി, പ്രത്യേകിച്ചും പ്രസന്റ് ടെൻസായ മുലാരിയായ ഫീലിനോട് കൂടി സീനും സൗഫയും വരുമ്പോഴുള്ള അർത്ഥവ്യത്യാസം. അത് പഠിച്ചോൽക്കുള്ളതാണ്. ഒന്നുകൂടിയും ആയത്തിൽ. അപ്പം അള്ളാഹ് ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? വലസൗഫ. എന്തിനാ ലാം അവിടെ കൊണ്ടുവന്നത്? ലാം പറഞ്ഞാൽ ഉറപ്പായിട്ടും, തെക്കീതിൻ്റെ ലാമറി ഉറപ്പായിട്ടും സൗഫ, പിന്നീട് യുഅതീക നിനക്ക് നൽകും. ആര് നൽകും? റബ്ബുക നിന്റെ രക്ഷിതാവ് നൽകും. അപ്പം എന്താ നൽകുക എന്ന് പറഞ്ഞിട്ടില്ല. എന്താ നൽകുക? മുട്ടായി ആണോ? വേറെന്തെങ്കിലും ആണോ? അപ്പം എന്താ നൽകുക എന്ന് അല്ലാഹു പറയാത്തപ്പം അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിനക്ക് അല്ലാഹു തആല നൽകും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് കാണാം. ഒന്ന്, ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അയാൾ പറയാണ്, ആര്? ആ സഹാബി പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി അരുളി, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത 5 കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറയുന്നു. അതിലൊന്ന്, നുസിർതു ബിർറുഹ്ബി മസീറത ശൈ, ഒരു മാസക്കാലം ദൂരമുള്ള സ്ഥലത്തേക്ക് ഒരു പേടിയില്ലാതെ നടന്നു പോവാൻ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, വജുഇലത്ലി അൽ അർദു മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുക്കെ അത് പള്ളിയും അതേപോലെ അത് ശുദ്ധിയുള്ളതും ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാക്കിയിട്ടുണ്ട് അല്ലാഹു തആല എനിക്ക്. അല്ലേ, ആലോചിച്ച് നോക്കുങ്ങൾ. നമുക്കിപ്പോൾ വെള്ളം കിട്ടിയില്ല, നമ്മൾ ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യുക? ആ ഭൂമിയിലെ മണ്ണാണ്. ആ ഭൂമിയിൽ നമുക്ക് നിസ്കരിക്കാം, അവിടെ ഒരു വിരിപ്പും വേണ്ട. അല്ലേ, ആലോചിച്ച് നോക്കൂ. ആ രൂപത്തിൽ അല്ലാഹു തആല എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാം, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാരത്തിൻ്റെ സമയമായാൽ അവിടെ വെച്ച് അയാൾ നമസ്കരിക്കട്ടെ. ഭൂമിയിൽ എവിടെ വെച്ച് നമസ്കരിക്കാം അല്ലേ, അതിന് കുറേ പള്ളി പണിയണമെന്നൊന്നുമില്ല, എവിടെ വെച്ച് നമസ്കരിക്കാം. ഏത് കാട്ടിലും ഏത് പട്ടണത്തും എവിടെ വെച്ച് നിങ്ങൾക്ക് നമസ്കരിക്കാം. ഭൂമി അല്ലാഹു തആല നമസ്കരിക്കാനുള്ള സ്ഥലമാക്കി തന്നിരും, പള്ളി പോലെ ആക്കി തന്നിരും. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് ഗനീമത്ത് സ്വത്ത് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അത് അനുവദിച്ചു കൊടുത്തില്ല. ഇതും അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം നൽകിയ ഒരു പ്രത്യേകത. മറ്റൊന്ന് വഅതീതു ശഫാഅ, ശുപാർശക്കുള്ള അധികാരം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. വക്കാന നബിയു യബഅതു ഇലാ ഖൗമിഹി ഖാസ, മുമ്പുള്ള പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകന്മാരൊക്കെ അതത് സമുദായത്തിലേക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ്. മൂസാ നബി ആ ബനു ഇസ്രായേൽക്കാർ മാത്രം ഒതുങ്ങണ ആ ഡ്യൂറേഷനിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കുള്ള ഇത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ഹദീസിലൂടെ ആര് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പം ഇങ്ങനെ ദുനിയാവ് തന്നെ അള്ളാഹു തആല മുഹമ്മദ് നബിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിക്കണ ഹദീസിൽ ഇങ്ങനെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫുദ്ദിൽതു അലൽ അംബിയാ ബിസിത്തിൻ, 6 കാര്യങ്ങളെ കൊണ്ട് മറ്റു പ്രവാചകന്മാരെക്കാൾ അല്ലാഹു തആല എനിക്ക് ശ്രേഷ്ഠം നൽകിയിട്ടുണ്ട്. ഒന്ന്, ഉഅതീതു ജവാമിഉൽ കലിം, ജവാമിഉൽ കലിം, ഏറ്റവും ജവാമിഉൽ കലിം എന്ന് പറയുന്നത് ഖുർആനാണ്. അതിന് ജവാമിഉൽ കലിം എന്ന് പറയാനുള്ള ഇത് ചെറിയ പദങ്ങൾ, ആശയം വലുതും. ഇപ്പം നമ്മൾ വല്ലൂഖാ വല്ലൈലി വിശദീകരിച്ചില്ലേ, അത് കേൾക്കാനിപ്പത്ത ഒരു നിസാരം, ഒരു ബരൽത്തുമ്പിൻ്റെ അത്ര പോകുന്നൊരു വാക്ക്, പക്ഷേ അതിൻ്റെ ആശയമോ മരണം വരെ പഠിച്ചാൽ നിൽക്കാത്ത അത് ആശയം അല്ലേ. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ വനുസിർതു ബിർ, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. മറ്റൊന്ന്, അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗനീമത്ത് സമ്പത്തിനെ പറ്റി. മറ്റൊന്ന്, ആ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല തഹൂറാക്കി കൊടുത്തു, മസ്ജിദ്, അതും നേരത്തെ പറഞ്ഞു. പിന്നെ എല്ലാ ആളുകളിലേക്കുള്ള പ്രവാചകനായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. അപ്പം അതൊക്കെ നേരത്തെ ഹദീസിൽ പറഞ്ഞ തന്നെ. അപ്പം ഇതിൽ പറയാത്തൊന്ന്, ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നൽകി എന്നുള്ളത് ഒരു മഹാനുഗ്രഹമായിട്ടാണ് എണ്ണുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹം എടുത്തു പറയുന്നത് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഹദ് രണാങ്കളത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ച് ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുമ്പേ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിലെല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കാനും അവിടെയുള്ള നല്ല സ്ഥലം ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പിൽ പോകും. എന്നിട്ട് അള്ളാഹു പറയാൻ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ആ ഹൗദുൽ കൗസർ ഇങ്ങനെ ഞാൻ നോക്കിക്കാണാൻ അല്ലേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മഫാത്തീഹ് എനിക്ക് നൽകിയിട്ടുണ്ട്, ഖജനാവിൻ്റെ സമ്പത്തിൻ്റെ ആ മഫാത്തീഹ് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് മുസ്ലിങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ലോകത്ത് വലിയ സമ്പന്നന്മാർ കൂട്ടത്തിൽ ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട് അല്ലേ. ആലോചിച്ച് നോക്കുങ്ങൾ, അന്ന് ദരിദ്ര നാരായണന്മാരായിരുന്ന പലരും ഇന്ന് മുസ്ലിം സമുദായത്തിലെ പല മെമ്പർമാരും ഇന്നും മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല കണ്ടമാനം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ സമ്പത്തിന് വേണ്ടി നിങ്ങൾ കിടമത്സരം നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അരുളി ചെയ്ത. അത് ഇന്നിപ്പോൾ ആ സമ്പത്തിന് വേണ്ടിയുള്ള കിടമത്സരം നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കാണാം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്നെ വലസൗഫ യുഅതീക റബ്ബുക ഫതർള എന്ന് ആ പറഞ്ഞ കൂട്ടത്തിൽ ദുന്യവിയായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. എന്നാൽ പരലോകത്ത് എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഭാവനയിലും ചിന്തിച്ചാൽ പോലും ഇടമില്ലാത്തത്ര അല്ലേ, അതിനൊക്കെ അപ്പുറമുള്ള സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗലോകത്ത് വിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പം വലസൗഫ യുഅതീക റബ്ബുക ഫതർള എന്ന് പറഞ്ഞു. ഇനി ഒന്നുകൂടി റിവേഴ്സ് എടുത്ത് നിങ്ങൾ വന്ന് നോക്കി. അള്ളാഹിൻ്റെ റസൂൽ അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചത് എന്താ? എന്തേനി ആ പദം? വല്ലുഹ അല്ലേ.
അപ്പം ആ ലുഹാ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ പകലെന്ന് പറയാതെ പകലിൽപ്പെട്ട ലുഹ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ ലുഹാ നമസ്കാരത്തിൻ്റെ പ്രത്യേകതയും അതിന് കാണിക്കുന്നുണ്ട് അല്ലേ. എന്താ ഈ ലുഹാ നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പിന്നെ ഒരു ഷെയ്ഖിനോട് ഒരാൾ വന്നിട്ട് പറയാണ് അല്ലേ, എന്ത് ഇതുണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയണില്ല. അപ്പോക്ക് എൻ്റെ മുന്നിൽ എന്താണ്, പിന്നെ എൻ്റെ മുമ്പിൽ പിന്നെ ആ പ്രശ്നം പിന്നെ പരിഹരിക്കാൻ കഴിയാതെ എന്താവും, ഞാൻ ആ പ്രശ്നത്തിൽ അകപ്പെടും എന്നൊരു ഒരു ഷെയ്ഖിനോട് ഒരാൾ വന്ന് ചോദിക്കാണ്. അപ്പോൾ ആ ഷെയ്ഖ് ഉടനെ മറുപടി പറയാണ്, പ്രശ്നം പരിഹരിക്കാൻ കഴിയണില്ലെങ്കിൽ അതിനൊരു പോംവഴിയുണ്ട്. എന്താണത്? ഇനിയൊരു 4 റക്അത്ത് ളുഹ നിസ്കരിച്ചാളാം, അത് മതി നനക്കുന്ന. അയാൾ ആ 4 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ ഈ ഷെയ്ഖിന് പിന്നെ അയാൾ ഫോൺ ചെയ്യാണ്, ആ നമസ്കാരത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനമാണ്. ഒരാൾ ദുഹാ നമസ്കരിച്ചാൽ യാബ്ന ആദം, റസൂലുള്ള പറയുന്നത് കാണാം ഖുദ്സിയായ ഒരു ഹദീസിൽ, യാബ്ന ആദം, ഓ മനുഷ്യപുത്ര, സല്ലി 4 റക്അത്ത്, എനിക്ക് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കുക. ദുഹാന ഉദ്ദേശിക്കുന്നത് അവ്വലൻ നഹാർ, പകലിൻ്റെ ആദ്യത്തിൽ, അക്ഫിക ആഖിറഹു, ആ പകലിൻ്റെ അന്ത്യം വരെ അത് മതി എനിക്കുന്ന. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമുക്ക് മറ്റൊരു ഹദീസ് കാണാം, നമുക്ക് റിസ്ക് സുഭിക്ഷമായി കിട്ടാൻ അല്ലേ, പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ അതിനുള്ള രക്ഷാമാർഗമായിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം പിന്നെ മാ യദാലു അബ്ദി യതഖറബു ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബു, രണ്ടാമത്തൊന്ന്, ഒരു ദുഹാ നമസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹു അയാളെങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹിൻ്റെ സ്നേഹം കിട്ടും. അള്ളാഹിൻ്റെ ഹബ്ബ് കിട്ടിയ പിന്നെ അതിലും വലുത് എന്താ നമുക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത്? അപ്പം അതും ഈ ളുഹാ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടും. ഇവിടെ അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. അയാളോട് വന്ന് ചോദിക്കാണ്, 4 റക്അത്താണല്ലോ പറഞ്ഞത്, ളുഹ 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരെ. അപ്പോൾ അതിനെപ്പറ്റി അയാൾ പറയുന്നത് ഇഷ്റാഖിൻ്റെ സമയത്തുള്ള 2 റക്അത്തും, അത് നമ്മൾ ആ പിന്നെ സുബഹി നിസ്കരിച്ച് ഇങ്ങനെ ഇരുന്ന് ആ ഇഷ്റാഖാവുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാം. പിന്നെ അതിനൊരു പ്രത്യേകം സൂര്യൻ ഉദിച്ച് ഒരു പിന്നെ റംഹ്, ഒരു എന്താ റംഹ് അറിയണത്, ഒരു കുന്തം, ആ കുന്തത്തിൻ്റെ അത്ര ആവണത് വരെ എന്ത് ചെയ്യുക, അതിൻ്റെ ആ സമയമുണ്ട്. ആ സമയത്ത് വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചാൽ ദുഹയായി ഇഷ്റാഖുമായി. നിങ്ങൾ ആ ദുഹയുടെ ആദ്യ സമയത്താണ് നിസ്കരിക്കണമെങ്കിൽ അത് ഇഷ്റാഖും, പിന്നെ അതിൻ്റെ നടുവിലോ അവസാനത്തോ ഒക്കെ നിസ്കരിക്കണമെങ്കിൽ ളുഹയും ഇഷ്റാഖുമായിട്ട് പരിഗണിക്കും എന്നതാണ് അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള. ളുഹ അല്ലാതെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഒരാൾ ഇഷ്റാഖ് നമസ്കരിച്ചാലും ളുഹായിട്ട് പരിഗണിക്കുന്ന, ഇഷ്റാഖ് നമസ്കരിച്ചാലും അത് ളുഹായിട്ട് പരിഗണിക്കും. കാരണം ഈ ളുഹയും ഇഷ്റാഖും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അവ്വല് വക്തും ആഖിർ വക്തും ആദ്യത്തിൽ നിസ്കരിക്കും. ഇപ്പം സൂര്യനോട് ഉദിച്ച് ഉടനെ തന്നെ ഒരാൾ നിസ്കരിച്ചാൽ ആ ഇഷ്റാഖായിട്ട് പരിഗണിക്കും. അതിൻ്റെ ഒരു ഇത് എന്താ പറയുക, റുംഹ ഉയർന്നതിന് ശേഷം ഉദിച്ചതെന്ന് ഞാൻ പറഞ്ഞത് ആ സമയത്തിൻ്റെ ആദ്യം ഒരു റുംഹ് ആയിട്ടുള്ള 1ാമത്തെ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അതാണ് ഞാൻ ആദ്യ സമയം. സൂര്യൻ ഉദിച്ച ഉടനെ എന്നല്ല, ഇല്ല അങ്ങനെ നിസ്കാരമില്ല, അങ്ങനല്ല, ആ സമയമായിട്ട് ഒരു റുംഹ്, നമ്മുടെ ടൈം ആയില്ലേ. അപ്പോൾ അതതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഒരു മനുഷ്യൻ ളുഹാ നിസ്കരിക്കുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഒരു മനുഷ്യന് എത്ര സന്ധികളുണ്ട്, മഫ്സൽ എന്നറിയാറ് പേര്, ഏകദേശം ശാസ്ത്രലോകം കണ്ടെത്തിയ 360 സന്ധികളുണ്ടെന്നാണ്. ഈ 360 സന്ധികൾ പിന്നെ ഒരാൾ ആ സന്ധികൾക്കൊക്കെ സദക്കയുണ്ട്. ഒരാൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ സന്ധികൾക്കൊക്കെ എന്താണ്, സദക്കയായിട്ട് കൂട്ടും. എന്നാൽ ളുഹാ നമസ്കാരം ഈ സന്ധികൾ മുഴുവൻ ചെയ്യുന്നതിന് പകരമാണ് എന്ന് മറ്റൊരു ഹദീസ് കാണാം. അപ്പം നോക്കി നിങ്ങൾ, മഹാനുഗ്രഹമാണ് ഒരു ളുഹാ നമസ്കാരത്തിലൂടെ മനുഷ്യന് കിട്ടുന്നത്. ഇഹലോകത്തല്ല പരലോകത്തും കിട്ടും, ഇഹലോകത്തും കിട്ടും എന്നതാണ്. അതുകൊണ്ടാണ് വല്ളുഹ എന്ന നാമം കൊണ്ട് തന്നെ അല്ലാഹു സത്യം ചെയ്ത് പറയും.
അത് മതി അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.